ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴാ. എന്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദയവ് ഇതെന്നെ വിട്ടേക്ക്. മോളെ, ദിവസം കഴിയുന്തോറും മോളുടെ അമ്മയുടെ അവസ്ഥ ദയനീയമായിക്കൊണ്ടിരിക്കുക. പല നേരത്തും ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല. ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ? അല്ല, മോൾ അടുത്തില്ലാത്തതിന്റെ സങ്കടമാ. ഇത്രയും കാലം ഞാൻ അടുത്തില്ലാതെ ജീവിച്ചില്ലേ? അന്ന് പട്ടിണി കിടന്നോ? അന്ന് ഉറങ്ങാതിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൺമുന്നിൽ നിൽക്കില്ലായിരുന്നല്ലോ. സോണിയ, വേണ്ട. ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും മോളോട് പറഞ്ഞ അവളത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ മോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കും. ഇപ്പൊ തൊട്ട് എന്നെ നിഷേധിച്ച് മോള് പോവുകയാണെങ്കിൽ എന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. എന്നെ അമ്മയെന്ന് വിളിക്കാനെങ്കിലും തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. എനിക്കിനി ഒരിക്കലും അങ്ങനെ തോന്നില്ല. എങ്കിൽ പിന്നെ മകളെ നിഷേധിച്ചൊരമ്മ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. നീട്ടിവെക്കുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ജീവൻ ഒടുക്കാൻ പോവാ. മേഡം, 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 ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മേഡം, 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 വേണ്ട സോണിയ, അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും കാലം കാത്തിരുന്നതിന് ഒരു വിലയുണ്ടെങ്കിൽ അതങ്ങ് അവസാനിച്ചോട്ടെ. ഞാനത് പറയട്ടെ. മേഡം, അയ്യോ, വീടെന്നെ, വീട്. മേഡം, ഇറങ്ങാനാ പറഞ്ഞത്. എനിക്കൊന്നും കേക്കണ്ട. ഇറങ്ങ മേഡം, എനിക്കൊന്നും കേക്കണ്ട. പറഞ്ഞല്ലേ, എനിക്കിനി ജീവിക്കണ്ട. ഇത്രയും കാലം അവളെ തെരഞ്ഞു ഞാൻ നടന്നു. ഇനി അവൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാവുക.